ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരാധനാ വത്സര കാലത്തിൻ്റെ ധനഹാകാലം 7-ാം ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയും ശതാധിപനും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുക. നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈശോ കഫർനാമിലേക്ക് വന്നപ്പോൾ ഒരു ശതാധിപൻ ഈശോയെ കാണുവാനായിട്ട് ഈശോയുടെ അടുത്തേക്ക് വരുന്നു. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കഫർനാം എന്നത്. നമുക്ക് വേണമെങ്കിൽ ഈശോയുടെ രണ്ടാമത്തെ ഭവനമെന്നൊക്കെ ഈ കഫർനാമിനെ വിളിക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ആദി ശിഷ്യന്മാരായ പത്രോസിനെയും അന്ത്രയോസിനെയുമൊക്കെ ഈശോ തിരഞ്ഞെടുത്തത് ഈ കഫർനാമിൽ വെച്ചാണ്. അതുപോലെ പല അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ഈശോ ഈ കഫർനാമിൽ വെച്ച് നടത്തിയിട്ടുമുണ്ട്. ഇതാണ് ഈ കഫർനാമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ കഫർനാമിലേക്കാണ് ശതാധിപൻ എന്ന ഒരു വിജാതീയ പ്രമുഖന് കടന്നു വരിക. ശതാധിപൻ എന്ന വാക്കിൻ്റെ അർത്ഥം 100 എന്നാണ്. റോമൻ സാമ്രാജ്യത്തിൽ 100 പടയാളികൾ കീഴിലുള്ള ആളെ വിളിക്കുന്ന പേരായിരുന്നു ശതാധിപൻ എന്നത്. അതുപോലെ റോമൻ സാമ്രാജ്യത്തിൽ വളരെ പേരും പ്രശസ്തിയുമുള്ള ഒരു ശതാധിപനാണ് ഈശോയെ കാണുവാനായിട്ട് ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത്. എന്നിട്ട് ശതാധിപൻ ഈശോയോട് പറയുന്ന കാര്യമാണ് ഇവിടെ ഏറെ ശ്രദ്ധയേറിയത്. ഒരിക്കലും ശതാധിപന് ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത് തൻ്റെ കുടുംബാംഗങ്ങൾക്കോ തൻ്റെ മക്കൾക്കോ ഒരു രോഗസൗഖ്യം ആവശ്യപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് തൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കിടക്കുന്നു, അവനെ ഒന്ന് സുഖപ്പെടുത്തണമെന്ന ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഈശോയുടെ അടുത്തേക്ക് ഈ ശതാധിപൻ കടന്നു വരിക. പ്രിയമുള്ളവരെ, നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിൽ ഒരു ഭൃത്യൻ മരിച്ചുപോയെങ്കിൽ ധാരാളം ഭൃത്യന്മാരെ ഈ ശതാധിപന് നേടാമായിരുന്നു. എങ്കിലും ആ ഭൃത്യനോടുള്ള ഈ ശതാധിപൻ്റെ സ്നേഹമാണ് ഇതിൽ നമ്മൾ കാണുക. നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിൽ ധാരാളം ശതാധിപന്മാരും ഭൃത്യന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ശതാധിപന് തൻ്റെ ഭൃത്യനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ ഈ ശതാധിപൻ നമ്മളോട് പറയുന്ന ആദ്യ സന്ദേശവും ഇതുതന്നെയാണ്. നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകൾ നമ്മുടെയൊക്കെ സ്വന്തം വേദനകളാക്കി മാറ്റുവാനുമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ആദ്യ സന്ദേശം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുക ഈ ശതാധിപൻ്റെ ആഴമായിട്ടുള്ള വിശ്വാസവും അതുപോലെ തന്നെ എളിമ നിറഞ്ഞ ഒരു വിശ്വാസവുമാണ്. ശതാധിപൻ ഈശോയോട് പറയുന്നുണ്ട്, നീ എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാനൊരിക്കലും യോഗ്യനല്ല, മറിച്ച് നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. പ്രിയമുള്ളവരെ, വളരെ വലിയ ഒരു വിശ്വാസവും വളരെ എളിമയേറിയ ഒരു വിശ്വാസവുമാണ് നമ്മളിതിലൂടെ കാണുക. ഈശോ സുവിശേഷത്തിലെ 2 പ്രാവശ്യം മാത്രമാണ് വലിയ വിശ്വാസമെന്ന് പറയുന്നത്. അത് രണ്ടും വിജാതീയരെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കാനാൻകാരിയുടെ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, അവൾക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നുവെന്ന്. രണ്ടാമതായിട്ട് ഈ ശതാധിപൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഈശോ പറയുന്നുണ്ട്, അവൻ്റെ വലിയ വിശ്വാസം കാരണം അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അവൻ്റെ ഭൃത്യൻ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈ ശതാധിപൻ്റെ ജീവിതത്തിലും ശതാധിപനെ ഈശോയുടെ അടുക്കിലേക്ക് എത്തിച്ചത് ഈ ശതാധിപൻ്റെ വലിയ വിശ്വാസവും അതുപോലെ തന്നെ എളിമയേറിയ വിശ്വാസവുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ വിശ്വാസം ഒരു എളിമയുടെ വിശ്വാസമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ എളിമയുടെ വിശ്വാസം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെയൊക്കെ സ്വന്തം വേദനകളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.